ആദ്യം പ്രധാന വാർത്തകൾ. PFI ഹർത്താലിലെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടലിൽ ഗുരുതര വീഴ്ച. കൊല്ലപ്പെട്ട SDPI പ്രവർത്തകനും ജപ്തി നോട്ടീസ്. നടപടി പാലക്കാട് കഴിഞ്ഞ ഏപ്രിലിൽ കൊല്ലപ്പെട്ട സുബൈറിന്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും കൂട്ടരാജി. സ്ഥാനമൊഴിഞ്ഞത് ഡയറക്ടർ ശങ്കർ മോഹനുമായി അടുപ്പമുള്ളവർ. രാജി 18-ാം തീയതി തന്നെ നൽകിയിരുന്നെന്ന അധ്യാപകർ. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് നയപ്രഖ്യാപന പ്രസംഗം. കേന്ദ്രത്തിനും തനിക്കുമെതിരെ വിമർശനങ്ങൾ വായിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കുന്നു. Our constitution has provided legislative space for the union and the states. Incursions into the legislative domain of the states do not augur well for a cooperative federal setup. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണം. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് സർക്കാർ. സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനം കേന്ദ്രത്തെ തലോടുന്നതെന്ന് പ്രതിപക്ഷം. ഗവർണറും സർക്കാരും ഭായ് ബന്ധം. ഗവർണറുമായി മുഖ്യമന്ത്രി നടത്തിയ ഒത്തുതീർപ്പിന്റെ പ്രതിഫലനമായിരുന്നു ഇന്ന് ഗവർണർ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില പരിതാപകരം. അവതരിപ്പിച്ചത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത നയപ്രഖ്യാപനമെന്ന് വിമർശനം. സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി KB ഗണേഷ് കുമാർ MLA. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ പോരെന്ന് ഗണേഷ്. MLA-മാർക്കുള്ള പദ്ധതികൾക്കുള്ള ഭരണാനുമതി വെച്ച് താമസിപ്പിക്കുന്നു. വിമർശനം LDF നിയമസഭാ കക്ഷി യോഗത്തിൽ. നഴ്സുമാരുടെ മിനിമം വേതനം പുനഃപരിശോധിക്കണമെന്ന് ഹൈക്കോടതി. 3 മാസത്തിനകം നടപടി പൂർത്തിയാക്കാൻ നിർദ്ദേശം. മാനേജ്മെന്റുകളുടെയും നഴ്സുമാരുടെയും ഭാഗം കേട്ട് തീരുമാനമെടുക്കണമെന്ന് കോടതി ഉത്തരവ് നഴ്സസ് അസോസിയേഷന്റെയും ആശുപത്രികളുടെയും ഹർജിയിൽ. വിശദമായ വാർത്തയിലേക്ക്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും കൂട്ടരാജി. സ്ഥാനമൊഴിഞ്ഞ ഡയറക്ടർ ശങ്കർ മോഹനുമായി അടുപ്പമുള്ളവരാണ് രാജിവെച്ചത്. നേരത്തെ മന്ത്രി R ബിന്ദുവുമായി നടത്തിയ ചർച്ചയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരം ഒത്തുതീർപ്പായിരുന്നു. അക്കാഡമിക പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കുമെന്നും പുതിയ ഡയറക്ടറെ ഉടൻ കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചിട്ടുള്ള വിഷയങ്ങളിൽ കേസുകൾ രമ്യമായി പരിഹരിക്കാൻ സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. 14 ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സമരത്തിന് സഹായം തന്നവർക്ക് സമിതി നന്ദിയും പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണനുമായി സഹകരിക്കില്ലെന്നും വ്യക്തമാക്കി.